അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സുന്നത്ത് നിസ്കാരത്തിന്റെ കൂട്ടത്തിൽ ഇത്ര പവിത്രമായ ഒരു സുന്നത്ത് നിസ്കാരം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് ഇത് പവിത്രത? എന്താണ്? നിങ്ങൾ കേട്ടാൽ അത്ഭുതപ്പെടും. പക്ഷേ നിങ്ങൾ ജീവിതത്തിൽ അത് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാകാം, ഇല്ലാതിരിക്കാം. ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, ഒരാൾ ളുഹറിന് മുമ്പും ശേഷവും 4 റക്അത്ത് വീതം നിസ്കരിച്ചാൽ, മൻ ഹാഫള അലാ അർബൈൻ ഖബ്ല ളുഹ്രി വബഅദഹ, ളുഹറിന് മുമ്പ് 4ഉം ളുഹറിന് ശേഷം 4ഉം നിസ്കാരം ഒരാൾ സുന്നത്ത് നിസ്കാരം പതിവാക്കിയാൽ, ഹറമല്ലാഹു ജസദഹു അലന്നാർ, അവന്റെ ശരീരത്തിനെ നരകത്തെ തൊട്ട് അള്ളാഹു നിഷിദ്ധമാക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവന്റെ ശരീരം നരകത്തിൽ നിഷിദ്ധമാണ്. അപ്പൊ ളുഹറിന് മുമ്പ് 4, ശേഷം 4, അപ്പൊ 8 റക്അത്ത് സുന്നത്ത് നിസ്കാരം, റവാത്തിബ് നിസ്കാരത്തിൽപ്പെട്ട 8 റക്അത്ത് ആ സുന്നത്ത് നിസ്കാരം നാം നിസ്കരിക്കണം. റവാത്തിബ് നിസ്കാരം, അതായത് ഫർദ് നിസ്കാരത്തിന് മുമ്പ് ശേഷമുള്ള സുന്നത്ത് നിസ്കാരത്തിനേക്കാണല്ലോ റവാത്തിബ് എന്ന് പറയുന്നത്, റവാത്തിബ് സുന്നത്ത് എന്ന് പറയുന്നത്. അത് 22 റക്അത്ത് ഉണ്ട്. അതിൽ കൂടുതലുള്ളത് ളുഹറിന്റെ കൂടെയാണ്. 8 റക്അത്ത്, ളുഹറിന് മുമ്പ് 4, ശേഷം 4. അത് പതിവാക്കിയ ആൾക്ക് അള്ളാഹു തആല അയാളുടെ ശരീരം നരകം നിഷിദ്ധമാക്കുന്നു എന്ന് പറയുന്ന വലിയ മഹത്വമുള്ള നിസ്കാരമാണ്. അത് ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി